ഓംബുഡ്സ്മാൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഓൺലൈൻ പോർട്ടലിൽ കയറി ചെയ്യാം. രണ്ട് നമുക്ക് പോസ്റ്റ് അയക്കാം, മെയിൽ അയക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ചെയ്യാം. ഇനി ഓംബുഡ്സ്മാൻ്റെ പോർട്ടലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പോളിസിയിലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആക്റ്റീവ് ആയിരിക്കണം. കാരണം നമ്മുടെ പോളിസിയിലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെച്ച് വേണം നമ്മൾ ഓംബുഡ്സ്മാൻ്റെ പോർട്ടലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോർട്ടലിൽ കയറി കഴിയാൻ നേരത്ത് അവർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ അതിനൊക്കെ മറുപടി കൊടുക്കണം. ആദ്യം ചോദിക്കുക ആർക്കെതിരെയാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ്. അവിടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രപ്പോസറുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം, പോളിസി നമ്പർ കൊടുക്കണം, എത്ര രൂപയാണ് നമ്മൾ ക്ലെയിം ചെയ്തതെന്ന് കൊടുക്കണം, എന്നാണ് നമ്മൾ അഡ്മിറ്റ് ആയതെന്നും കൊടുക്കണം. അത് കഴിയുമ്പോൾ ആരാണ് അഡ്മിറ്റ് ആയതെന്നും എന്താണ് അഡ്മിറ്റ് ആയതിൻ്റെ കാരണമെന്നും നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അത് കഴിയുമ്പോൾ ഏതാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്നും എന്നാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തതെന്നും അവിടെ മെൻഷൻ ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലയിൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പറാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കേസ് ഫയൽ ചെയ്ത ഉടനെ അവിടുന്ന് കോളോ മെയിലോ ഒന്നും വരില്ല. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ് ചോദിച്ച് നമുക്ക് മെയിൽ അയക്കുക. പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ വരുന്നത് ശ്രദ്ധിക്കാതെ പോകും. കാരണം മെയിൽ ഐ ഡിയിലോ സബ്ജക്റ്റിലോ ഓംബുഡ്സ്മാൻ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന മെയിൽ ഐ ഡി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൽ നിന്നായിരിക്കും ഓരോ റിക്വയർമെൻറ്റ് ചോദിച്ചും നമുക്ക് മെയിൽ വരിക. ഇനി എന്തെങ്കിലും റിക്വയർമെൻറ്റ് ചോദിച്ച് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഹിയറിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും. പ്രപ്പോസർ വേണം ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ഹിയറിംഗ് എന്നാണ്, എത്ര മണിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൽ നമുക്ക് ഏകദേശം 2 ആഴ്ച മുന്നേ വരും. ആ മെയിലിൽ നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങിന് ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഹിയറിങ്ങിൻ്റെ ദിവസം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഹിയറിങ്ങിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ നിന്നും ഒരു സ്റ്റാഫ് നമ്മളെ വിളിക്കും. നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി അവർ കൺഫേം ചെയ്യും. ഈ കോളൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ വേണം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആയിട്ട് വെക്കാൻ. ഇനി ഹിയറിങ്ങിൻ്റെ സമയത്ത് 2 പേരുടെ സൈഡും ഓംബുഡ്സ്മാൻ കേൾക്കും. ആരുടെ സൈഡിലാണോ ന്യായം അവർക്ക് അനുകൂലമായിട്ടായിരിക്കും സെറ്റിൽമെൻറ്റ് വരിക. ഹിയറിങ് കഴിയുമ്പോൾ വീണ്ടും ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ നിന്നും ഒരു സ്റ്റാഫ് നമ്മളെ വിളിക്കും. എന്നിട്ട് കമ്പനി ഇന്ന രീതിയിൽ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. നമുക്കത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. നമുക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയുക. ഒരു മെയിൽ കൺഫർമേഷനും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു കഴിയാൻ നേരത്ത് നമ്മുടെ ക്ലെയിം സെറ്റിലാവും. നമ്മൾ ക്ലെയിം ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും.